ഹലോ ഫ്രണ്ട്സ്, DBMSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീസ് ആണ്. എന്താണ് കീസ്? കീസ് ആർ attribute or set of attribute used to uniquely identify records in a table and to establish relationship between tables. ഒരു ടേബിളിലെ ഓരോ റെക്കോർഡ്സിനെയും യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട് അതല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ കീസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് കീസ്. ഫസ്റ്റ് വൺ, യുണീക്ലി ഐഡന്റിഫൈ റെക്കോർഡ്സ്. കീസ് എൻഷുർ ഈച്ച് റോ ഈസ് ഡിസ്റ്റിങ്ക്ട് ആൻഡ് ക്യാൻ ബി യുണീക്ലി ഐഡന്റിഫൈ. അതായത് ഒരു ടേബിളിലെ ഓരോ റോയെയും യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ അതല്ലെങ്കിൽ ഓരോ റോയും ഡിസ്റ്റിങ്ക്ട് ആണെന്നുള്ളത് എൻഷുർ ചെയ്യാനായിട്ട് കീയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രിവെൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസിനെ നമുക്ക് ടേബിളിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ്. ഫോറിൻ കീസ് ക്രിയേറ്റ് ലിങ്ക് ബിറ്റ്വീൻ ടേബിൾസ് എനേബിളിംഗ് റിലേഷണൽ സ്ട്രക്ചർ. അതായത് ഒരു ടേബിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് ടേബിൾ കൺസിഡർ ചെയ്യുക. രണ്ട് ടേബിളുകൾക്കിടയിൽ നമുക്കൊരു റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് അങ്ങനെ രണ്ട് ടേബിളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് അതിനിടയ്ക്ക് ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവിടെ നമുക്ക് റിലേഷണൽ സ്ട്രക്ചറിനെ എനേബിൾ ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഡാറ്റാബേസ് നോർമലൈസ്ഡ് ഡാറ്റാബേസ് ആയിരിക്കും. അതായത് നോർമലൈസ്ഡ് DB ഡിസൈൻ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, എൻഷുർ ഡാറ്റ ഇന്റഗ്രിറ്റി. Keys enforce constraints like uniqueness and non-null values. അതായത് ഡാറ്റ ഇന്റഗ്രിറ്റിയെ ഇത് എൻഷുർ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് കുറച്ച് കൺസ്ട്രെയിൻസ് DB പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യുണീക്ക്, നോട്ട് നൾ കൺസ്ട്രെയിൻസ് ഇങ്ങനെ. അതായത് ഒരു കീക്ക് നമ്മൾ ഇങ്ങനെയുള്ള കൺസ്ട്രെയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ കീക്ക് കൊടുക്കല്ല, ഓരോ കീക്ക് എന്തുണ്ട്? ഇതുപോലത്തെ ഓരോ കൺസ്ട്രെയിൻസ് ഉണ്ട്. അതായത് യുണീക്ക് ആയിരിക്കണം, നൾ ഇൻസേർട്ട് ചെയ്യാൻ നൾ വാല്യൂ അലൗഡ് ആണ്, നൾ ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഓരോ കൺസ്ട്രെയിൻസ് അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കീസ് ഉണ്ട്. അത് ഓരോ കീയെ ഡിപ്പെൻഡ് ചെയ്ത് ഓരോ കൺസ്ട്രെയിൻസ് ഉണ്ട്. അങ്ങനെയുള്ള കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ DBയിൽ ഇൻസേർഷൻ, ഡ്യൂപ്ലിക്കേഷൻ അനോമലീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ DBയിലേക്ക് ഇൻസേർട്ട് ആകത്തില്ല. അതാണ് ഡാറ്റ ഇന്റഗ്രിറ്റി എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നെക്സ്റ്റ് പോയിന്റ് ആണ് സെർച്ചിങ് ആൻഡ് സോർട്ടിങ്ങിനെ കുറച്ചും കൂടെ എഫിഷ്യന്റ് ആക്കാനായിട്ട് പറ്റും. അതായത് എനേബിൾ എഫിഷ്യന്റ് സെർച്ചിങ് ആൻഡ് സോർട്ടിങ്. കീസ് സ്പീഡ് അപ്പ് ഡാറ്റ റിട്രീവൽ, സോർട്ടിങ് ആൻഡ് സെർച്ചിങ് ഓപ്പറേഷൻസ്. അതായത് ഡാറ്റാബേസിൽ നമ്മൾ കീസ് അതായത് കീസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ DBയിൽ നിന്നുള്ള ഡാറ്റയുടെ റിട്രീവല്, സോർട്ടിങ്, സെർച്ചിങ് ഈ ഓപ്പറേഷൻസ് എല്ലാം കുറെ കൂടെ സ്പീഡപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ നമ്മൾ ഇൻഡെക്സും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഫാസ്റ്റർ ആക്കാനായിട്ട് നമുക്ക് പറ്റും. നെക്സ്റ്റ് ആണ് സപ്പോർട്ട് നോർമലൈസേഷൻ. നോർമലൈസേഷൻ എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് അത് പഠിക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് സപ്പോർട്ട് നോർമലൈസേഷൻ. Help in breaking large table into smaller related tables using primary key and foreign keys. അതായത് വലിയൊരു ലാർജ് ആയിട്ടുള്ളൊരു ടേബിള്, ആ ടേബിളിനെ നമുക്ക് സ്മോളർ റിലേറ്റഡ് ടേബിൾസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് മാറ്റാൻ പറ്റും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് വലിയൊരു ടേബിള് അതിനെ നമ്മൾ ചെറിയ ചെറിയ ടേബിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേബിൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് കീസ് യൂസ് ചെയ്യാം. അതായത് ഒരു ടേബിളിൽ പ്രൈമറി കീ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ടേബിളിന്റെ ഫോറിൻ കീ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അതായത് വലിയൊരു ലാർജ് ടേബിളിനെ നമുക്ക് രണ്ട് ടേബിളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ടേബിളിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡാറ്റ റിഡൻഡൻസിയെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡാറ്റ റിഡൻഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ആണ്. അസിസ്റ്റ് ഇൻ ക്വറിയിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ക്വറിയിങ് ആൻഡ് റിപ്പോർട്ടിങ്ങിനെ അസിസ്റ്റ് ചെയ്യുക. അതായത് കീസ് ആർ യൂസ്ഫുൾ ഇൻ ജോയിൻസ് അലോയിങ് കോംപ്ലക്സ് ക്വറീസ് അക്രോസ് മൾട്ടിപ്പിൾ ടേബിൾസ്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം. DB എന്നുള്ള ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് നമുക്കൊരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം.
റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറേ അധികം ടേബിൾസിൽ നിന്ന് ഡാറ്റ നമുക്ക് കളക്റ്റീവ്ലി എടുത്തിട്ട് വേണം നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്താണ്, അവിടെ നമുക്ക് പല ടേബിൾസിൽ നിന്ന് നമുക്ക് ഡാറ്റ എടുക്കേണ്ടതായിട്ട് വരും അല്ലേ. അങ്ങനെ പല ടേബിൾസിൽ നിന്ന് ഡാറ്റ എടുത്ത് നമുക്ക് ഒരു ഒറ്റ റിപ്പോർട്ടായിട്ട് കാണിക്കണമെങ്കിൽ നമുക്ക് അവിടെ ജോയിൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഇത് DB പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഈ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്താണ്, കീസ് ആണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. കീസ് വഴിയാണ് നമ്മൾ രണ്ട് ടേബിൾസിനെ തമ്മിൽ ജോയിൻ ചെയ്ത് എടുക്കുന്നത്. നെക്സ്റ്റ്, പ്രിവെന്റ് അപ്ഡേറ്റ് ഓർ ഡിലീറ്റ് അനോമലീസ്. എന്താണ് അപ്ഡേറ്റ് ഡിലീറ്റ് അനോമലീസ്? അതായത് നമ്മളൊരു ടേബിളിനെ അപ്ഡേറ്റ് ചെയ്യുന്നു, നമ്മൾ ടേബിളിൽ ഒരു ഡാറ്റയെ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വേറെ പല സ്ഥലങ്ങളിലും പോയി ആ സെയിം അപ്ഡേഷൻ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് അപ്ഡേറ്റ് അനോമലീസ് എന്ന് പറയുന്നത്. ഡിലീറ്റ് അനോമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിടത്ത് ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്നു, ഒരു ഡാറ്റ അവിടുന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടിയിരുന്ന ഒരു ഡാറ്റ വേറൊരു സൈഡിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നു. ഈ ഒരു ഇതിനെയാണ് ഡിലീറ്റ് അനോമലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അപ്ഡേറ്റ് ഡിലീറ്റ് അനോമലീസിനെ പ്രിവെന്റ് ചെയ്യാൻ കീസ് യൂസ് ചെയ്യുവാണെങ്കിൽ കഴിയും. And with properly defined keys, DBMS ensures update or deletions do not break relationship. ഇനി നമ്മൾ DBMS പഠിക്കുമ്പം അതിനകത്ത് കുറേ ഫ്രീക്വൻ്റ് ആയിട്ട് കേൾക്കുന്ന രണ്ട് ടേംസ് ആണ് ഡാറ്റ റിഡൻഡൻസി ആൻഡ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി. എന്താണ് ഡാറ്റ റിഡൻഡൻസി? Redundancy means storing the same data in multiple places unnecessarily within a database. അതായത് ഒരു ഡാറ്റാബേസിനകത്ത് മൾട്ടിപ്പിൾ പ്ലേസിൽ സെയിം ഡാറ്റയെ തന്നെ സ്റ്റോർ ചെയ്യുന്ന ഇതാണ് ഡാറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ കൺസിഡർ ചെയ്യുക. സ്റ്റുഡൻറ്റ് ടേബിളിൽ സ്റ്റുഡൻറ്റിൻ്റെ ID, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത് മൂന്നും നമ്മൾ ഒരു ടേബിളിൽ സ്റ്റോർ ചെയ്തു. നമുക്ക് വേറൊരു ടേബിളുണ്ട്, സബ്ജക്റ്റ് മാർക്കും സ്റ്റോർ ചെയ്യുന്ന. അതിനകത്ത് സബ്ജക്റ്റ് ഉണ്ട്, മാർക്കുണ്ട്, സ്റ്റുഡൻറ്റ് ID ഉണ്ട്. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വീണ്ടും അതായത് സബ്ജക്റ്റ് കൊടുത്തു, മാർക്ക് കൊടുത്തു, സ്റ്റുഡൻറ്റ് ID കൊടുത്തു, വീണ്ടും നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് കൊടുക്കുകയാണെങ്കിൽ അതവിടെ ആക്ച്വലി അൺനെസസറി ആണ്. എന്തുകൊണ്ടാണ്? നമ്മൾ സ്റ്റുഡൻറ്റ് ID നമുക്ക് രണ്ട് ടേബിളിലും ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് ID വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ടേബിളിൽ നിന്ന് ആ സ്റ്റുഡൻറ്റിൻ്റെ നെയിം എന്താണ്, ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടേബിളിൽ വീണ്ടും നെയിമും ഡേറ്റ് ഓഫ് ബർത്തും മെൻഷൻ ചെയ്യുന്നത് എന്താണ്? അൺനെസസറി ആണ്. അതാണ് ഡാറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്. ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ensuring accuracy, consistency and reliability of data in a database over its life cycle. അതായത് ഒരു ഡാറ്റാബേസിലെ ഡാറ്റയുടെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ ആക്യുറസി എൻഷുർ ചെയ്യുന്നതിനെയാണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കീസ്, ഏകദേശം ഒരു 9 ടൈപ്പ് ഓഫ് കീസ് ഉണ്ട്. സൂപ്പർ കീ, കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ഫോറിൻ കീ, alternate key, composite key, unique key, surrogate key, natural key. First one ആണ് super key. A set of one or more attributes that can uniquely identify rows. ഒരു റോയെ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നോ അതിലധികമോ ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ സൂപ്പർ കീ എന്ന് പറയുന്നത്. ഇറ്റ് സപ്പോർട്ട് നൾ വാല്യൂസ് ഇൻ റോസ്. അതായത് സൂപ്പർ കീ എന്ത് ചെയ്യുന്നുണ്ട്? നൾ വാല്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എ സൂപ്പർ കീ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ കാൻഡിഡേറ്റ് കീ. ഒരു കാൻഡിഡേറ്റ് കീയുടെ സൂപ്പർ സെറ്റ് ആണ് സൂപ്പർ കീ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ടേബിൾ കൺസിഡർ ചെയ്യുകയാണ്. കസ്റ്റമർ എന്ന് പറയുന്ന ടേബിളിൽ 3 ഫീൽഡാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ID ഉണ്ട്, നെയിം ഉണ്ട്, ആധാർ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കാം, ഇതിനകത്തുനിന്ന് സൂപ്പർ കീസിനെ ഐഡന്റിഫൈ ചെയ്യാം. അതായത് ഈ ഒരു ഓരോ റോയെയും യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ടിന്റെ സെറ്റിനെ നമുക്ക് എന്ത് പറയാം? സൂപ്പർ കീ എന്ന് പറയാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ID മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ IDയെ നമുക്കൊരു സൂപ്പർ കീ ആയിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് നെയിം തന്നെയാണെങ്കിൽ നമുക്കതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പകരം എന്ത് വേണം? IDയും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനെ യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാം.
ഇനി അതുപോലെ തന്നെ നെയിമിൻ്റെ കൂടെ ആധാർ കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ആധാർ തന്നെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടേബിളിൻ്റെ സൂപ്പർ കീ എന്ന് പറയുന്നത് ഐ ഡി നെയിം, ആധാർ നെയിം, ഇത്രയുമാണ് ഈ സൂപ്പർ കീക്കകത്ത് വരുന്നത്. ഇനി ഇതിനകത്ത് നൾ വാല്യൂസ് അലൗഡ് ആണെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കസ്റ്റമർ ID 1, കസ്റ്റമറിൻ്റെ നെയിം അനു, ആധാർ എനിക്കറിയാം, ഞാൻ ഉടനെ അത് ഇൻസേർട്ട് ചെയ്യുന്നു. സെക്കൻഡ് ID 2 ഡേവിഡ്, ആധാർ നമ്പർ എനിക്കറിയത്തില്ലെങ്കിൽ എനിക്കത് എന്ത് ചെയ്യാൻ പറ്റും, MD ആയിട്ട് ഇടാൻ പറ്റും. ഇതാണ് നൾ വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി കീസ് എല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, താങ്ക് യു.